അഹമ്മദക്കയ്ക്ക് ഇവിടെ വന്ന ഒരു മെയിൻ പ്രശ്നം കമ്പനികൾ പറയുന്ന രീതിയിലത്തെ വിളവിലേക്ക് നമുക്ക് കൃഷിനെ എത്തിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഒരു മെയിൻ ആയിട്ടുള്ള പ്രശ്നം. അപ്പൊ അതിനകത്ത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മുൻകാലങ്ങളിൽ നമ്മളെല്ലാം കൃഷി ചെയ്ത് പഠിച്ചേക്കുന്നത് നാടൻ വെറൈറ്റികളാണ്. അപ്പൊ ആ നാടൻ വെറൈറ്റികളെ സംബന്ധിച്ച് ഇതിന് കൊടുക്കുന്ന ആഹാരം ഒരു മിനിമം രീതിയിലത്തെ ആഹാരം കിട്ടിയാലും അതിന് ഒരു ഉൽപാദനം മിനിമം, അന്നത്തെ ഉൽപാദനവും ഇന്ന് കിട്ടുന്ന ഹൈബ്രിഡ് വിത്തിന്റെ ഉൽപാദനം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ രണ്ടിനെ നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റുകയില്ല. അപ്പൊ ഈ ഹൈബ്രിഡ് വിത്തുകൾ നമ്മൾ കൊടുക്കുമ്പോൾ ഇതിന് കൊടുക്കേണ്ട ആഹാരം സാധാരണ നമ്മൾ നാടൻ വെറൈറ്റിക്ക് കൊടുക്കുന്ന രീതിയിൽ കൊടുത്താൽ ഇതിന് പറ്റുകയില്ല. രോഗപ്രതിരോധ ശേഷി കുറവാണ്, ഉൽപാദനം കൂടുതലാണ്. അപ്പൊ അതിന് കൃത്യമായ രീതിയിൽ നമ്മളൊരു ഷെഡ്യൂൾ പ്ലാൻ ചെയ്ത് കൊടുത്താൽ അവരാ പറയുന്ന രീതിയിലുള്ള ഒരു ഈൽഡിലേക്ക് നമുക്ക് ഇതിനെ കൊണ്ടെത്തിക്കാൻ പറ്റും. പുതിയൊരു കൃഷി ആയതുകൊണ്ട് പല ഭാഗങ്ങളും നമുക്ക് കൃത്യതയോട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നമുക്ക് ഇതിൽ നിന്ന് ഈൽഡ് എടുക്കാൻ പറ്റാത്തത്. ചെടി നല്ലതാണ്, കാരണം ഓരോ ചെടിയും പ്രൊഡക്ഷൻ ഇത് കാണിക്കുന്നുണ്ട്, മാക്സിമം പ്രൊഡക്ഷൻ കപ്പാസിറ്റി കാണിക്കുന്നുണ്ട്. അപ്പൊ ആ കൃഷിയിൽ നമ്മൾ ശാസ്ത്രീയമായിട്ട് ചെയ്യേണ്ട ഓരോ ഭാഗങ്ങളും നമ്മൾ ശ്രദ്ധിച്ച് ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു കൃഷി തന്നെ നമുക്ക് നല്ല രീതിയിൽ വിളവെടുക്കാൻ പറ്റും. അപ്പൊ ആ മൂലകങ്ങളുടെ കുറവ് വന്നതുകൊണ്ട് നമ്മൾ ഇവിടെ ഒന്ന് രണ്ട് ചെടികളൊക്കെ നോക്കുമ്പോഴേക്കും ഒരു കാര്യം നമുക്ക് മനസ്സിലാവുന്നത്, മഴക്കാലം ഉണ്ടെങ്കിൽ കൂടി ഈ പറയുന്ന ഒരു ചെടിയെല്ലാം നമ്മൾ ഇതിനെ പറിച്ച് നമ്മൾ ഒഴിവാക്കേണ്ട ഒരു ചെടിയാണ്. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ കൂടുതലായിട്ട് ഒരു വളപ്രയോഗ കാര്യങ്ങളോ അല്ലെങ്കിൽ ശുശ്രൂഷ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഇതിൽ നിന്നൊരു ഈൽഡ് എടുക്കാൻ പറ്റുകയില്ല. കാരണം ഇത് വൈറസ് അഫക്റ്റഡ് ആയിട്ടുള്ള ചെടിയാണ്. ഇങ്ങനെ കാണുന്ന ചെടീനെ നമ്മൾ ഇതിൻ്റെ ലക്ഷണത്തിൻ്റെ ആരംഭത്തിൽ തന്നെ നമ്മൾ പറിച്ച് ഒഴിവാക്കണം. ഒഴിവാക്കിയില്ലെങ്കിലത്തെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ആരോഗ്യമുള്ള മറ്റൊരു ചെടിക്കും ഈ അസുഖത്തിനെ പകർന്ന് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ഇങ്ങനെ കാണുന്ന ചെടികളെ നമ്മൾ ചോടോടുകൂടി പറിച്ച് ഇതിൽ നിന്ന് ഒഴിവാക്കുക, തോട്ടത്തിന് വെളിയിൽ വിടുക. ഇത് നോക്കിയറിയാം, ഇതിനകത്ത് ഫ്ലവറിങ് കാണുന്നതല്ലാണ്ട് ഒരൊറ്റ ഫ്രൂട്ട് പോലും നമുക്ക് ഈ സമയം വരെ സെറ്റായിട്ടില്ല. അപ്പം ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധ കൊടുത്ത് സമയം വേസ്റ്റ് ആക്കണം. അതുകൂടാതെ മറ്റുള്ള ചെടിക്ക് രോഗസാധ്യതയും കൂടുതലാണ്. അപ്പം ഇങ്ങനെ കാണുന്ന ഈ ചെടികളെ നമ്മൾ ഒഴിവാക്കി വിടുക. അതുപോലെ ഇവിടെ ഒരു ചെടി നിൽക്കുന്നുണ്ട്, അതും വൈറസിന്റെ പ്രശ്നം വരുന്ന ചെടിയാണ്. ന്യൂട്രിയൻ മാനേജ്മെന്റ് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ചെടീനെ നമുക്ക് മാക്സിമം ഉൽപാദനത്തിലേക്ക് ആക്കിയെടുക്കാൻ പറ്റും. അപ്പം അതിന് വേണ്ടുന്ന കൃത്യമായിട്ടുള്ള ന്യൂട്രിയൻ മാനേജ്മെന്റ് നമ്മൾ പറഞ്ഞു തരാം. തുടക്കം മുതൽ അടിസ്ഥാന വളം മുതൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടിസ്ഥാന വളം മുതൽ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് തന്നെ വളപ്രയോഗം ഇതിനകത്ത് നടത്തണം. ഈ തക്കാളിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു മൂലകമാണ് കാൽഷ്യവും ബോറോണും. കാൽഷ്യം ബോറോണും വളരെ നിർബന്ധമായിട്ട് നമ്മൾ കൊടുക്കണം. അത് കൊടുത്താൽ മാത്രമേ വരുന്ന ഫ്രൂട്ട് നല്ല രീതിയിൽ ഫോം ചെയ്ത്, ചിലപ്പോൾ ഈ തക്കാളിക്ക് വരുമ്പോൾ ഒരു ഷേപ്പ് ഇല്ലാണ്ട് വരും. ആ രൂപമാറ്റം വരുന്നതെല്ലാം ഈ കാൽഷ്യത്തിൻ്റെയും ബോറോണിൻ്റെയും കുറവുകൊണ്ടാണ്. ചില തക്കാളിയുടെ അടിഭാഗത്തോ അല്ലെ സൈഡിലെല്ലാം ഒരു കാങ്കർ പോലെ ഒരു ബ്ലാക്ക് കളറിലൊരു സ്പോട്ട് വരും. അതും കാൽഷ്യത്തിൻ്റെ പ്രശ്നമാണ്. ഇപ്പം നമ്മൾ മുന്നേ കണ്ടു, ഇതിനകത്ത് ബോറർ വന്നിട്ട് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ബോററിന് എളുപ്പത്തിൽ വന്ന് ഇതിൽ ബുദ്ധിമുട്ടുണ്ടാക്കാൻ പറ്റുന്നത് ഇതിൻ്റെ തോടിന് കട്ടി കുറവുള്ളത് കൊണ്ടാണ്. അപ്പം ഈ കാൽഷ്യം കൊടുത്തു കഴിഞ്ഞാൽ ഏതൊരു ഫ്രൂട്ടിൻ്റെ ആണെങ്കിലും തോടിൻ്റെ കട്ടി നന്നായിട്ട് നമുക്ക് കൂട്ടിയെടുക്കാൻ പറ്റും. അപ്പം നല്ല ഹാർഡായിട്ടുള്ള ഒരു തോടുള്ള സമയത്ത് ഇതിന് വന്നിട്ട് വളരെ എളുപ്പത്തിൽ ആ ഫ്രൂട്ടിനെ അറ്റാക്ക് ചെയ്യാൻ നമുക്ക് ഡാമേജ് ഉണ്ടാക്കാനും പറ്റുകയില്ല. പിന്നെ കാൽഷ്യം ഉണ്ടെങ്കിലേ നല്ല രീതിയിൽ ഈ പറയുന്ന ഫ്രൂട്ട് വലിപ്പത്തിൽ ആകാൻ ഹെൽപ്പ് ചെയ്യുള്ളൂ. തൊലിക്ക് കട്ടി വേണം, അതുപോലെ കാൽഷ്യം ഈ ന്യൂട്രിയൻറ്റിൻ്റെ മാക്സിമം പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതെല്ലാം പുഴുക്കളാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ അഴുകൽ കൂടുതലും സംഭവിക്കുന്നത്. അപ്പോൾ ഇതിനെ കൊണ്ട് നമ്മൾ കുമിൾനാശിനി അടിച്ചു കഴിഞ്ഞാൽ കാര്യമില്ല. ഇത് ശരിക്കും പെസ്റ്റിസൈഡ്സ് തന്നെ നമ്മൾ അടിക്കണം. അതായത് ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇവരെ ഞാൻ കണ്ടൊരു പ്രശ്നം എന്താ വെച്ചാൽ, കുറെ കൃഷി ചെയ്യുന്നുണ്ട്, കുറെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ പകുതി ഒഴുക്കി വെച്ചിട്ട് ഇത് ഫെയിലിയർ ആന്ന് പറഞ്ഞിട്ട് അവിടെ ഇടും. നമ്മള് മെഡിസിൻ പൊതുവെ നമ്മള് കുറവാണ് അതാണ് പ്രശ്നം. വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വ്യാവസായികാടിസ്ഥാനത്തുള്ള മെഡിസിൻ ഇല്ല, ഉപയോഗിക്കലില്ല. അപ്പൊ അതുകൊണ്ടുള്ള ക്ഷീണമുണ്ടാവും. എത്രണ്ട് മെഡിസിൻ ഉപയോഗിക്കണ്ടെന്നുള്ള ഇങ്ങനെ അല്ല, മെഡിസിൻ അത്യാവശ്യത്തിന് നമ്മൾ കൊടുക്കണം. കാരണം ചില കേടുകൾ നമുക്ക് മരുന്നില്ലാണ്ട് പരിഹരിക്കാൻ പറ്റുകയില്ല.
അപ്പൊ ആ കേടിന്റെ തീവ്രത മനസ്സിലാക്കിയിട്ട് മരുന്ന് കൊടുക്കേണ്ട എപ്പോഴും നമുക്ക് സാധാരണ രീതിയിൽ ഇതിനെ പരിഹരിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ മരുന്നിലേക്ക് പോവാതെ രക്ഷയില്ല. ഈ മരുന്ന് ഉപയോഗിച്ചിട്ട് മനുഷ്യന് അപകടം ഉണ്ടാകുന്ന എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ അതെപ്പോഴും കർഷകന്റെ ശ്രദ്ധയിൽ വരേണ്ട ഒരു കാര്യമാണ്. മരുന്ന് ഉപയോഗിക്കണം. മരുന്ന് ഉപയോഗിച്ചിട്ട് മനുഷ്യന് പ്രശ്നം ഉണ്ടാകുന്നത് ഓരോ മരുന്നിനും ഒരു സുരക്ഷിത കാലാവധി ഉണ്ട്. നമ്മളൊരു വിളയിൽ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഹാർവെസ്റ്റ് ചെയ്യുന്നതിന് ഒരു മിനിമം ദിവസമുണ്ട്. ആ ദിവസം ആകാതെ നമ്മളിത് ഹാർവെസ്റ്റ് ചെയ്ത് വിൽപ്പനയ്ക്കായിട്ട് കൊടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ നമുക്ക് കഴിക്കാനാണെങ്കിൽ നമ്മൾ എടുക്കാൻ പാടില്ല. ഈ മരുന്നെല്ലാം നമ്മൾ ഉപയോഗിച്ച ദിവസം മുതൽ ഓരോ ദിവസം കഴിയും തോറും ഇതിന്റെ പ്രവർത്തനക്ഷമത അല്ലെങ്കിൽ അതിന്റെ ഒരു എഫക്റ്റ് വീര്യം കുറഞ്ഞു വരും. ഒരു 15 ദിവസത്തിന്റെ സമയത്തിലേക്കൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഉപയോഗിച്ച ഒരു വിഷത്തിന്റെ അംശം ഈ ഫലങ്ങളിൽ ഉണ്ടാവില്ല. 15 ദിവസത്തിന് മുമ്പായിട്ട് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ആ ദിവസത്തിനനുസരിച്ചിട്ടുള്ള ഒരു വീര്യം ഇതിനകത്ത് ഉണ്ടാവും. അപ്പൊ എപ്പോഴും കർഷകർ ശ്രദ്ധിക്കേണ്ടത് ഒരു മരുന്നോ കുമിൾനാശിനികളോ, മരുന്നിനെ മാത്രമല്ല കുമിൾനാശിനി ആണെങ്കിൽ പോലും നമ്മൾ തളിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു സുരക്ഷിത കാലാവധി ഉണ്ട്, ഇതിനെ നമുക്ക് വിളവെടുക്കാനുള്ള. ആ കാലാവധിയിൽ ഉപയോഗിച്ചാൽ ഈ പറയുന്ന മരുന്നുകളൊന്നും നമുക്ക് അപകടമാവില്ല. അതില്ലാതെ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്നതെല്ലാം പ്രശ്നമാണ്. അപ്പൊ അത് വളത്തിന്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കുക. വളത്തിനെ സംബന്ധിച്ച് ചെടിക്ക് പ്രത്യക്ഷത്തിൽ അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഭാഗങ്ങളില്ല. കാരണം മണ്ണിൽ കൊടുത്ത് ഇത് വളം വലിച്ചെടുത്തിട്ട് വേറൊരു രൂപത്തിലേക്ക് ആക്കിയതിന് ശേഷമാണ് ചെടി അതിനെ ഉപയോഗപ്പെടുത്തുന്നത്. എപ്പോഴും വിഷാംശത്തിന്റെ ഒരു ഭാഗം വരുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന കുമിൾനാശിനികൾ, കീടനാശിനികൾ. അത് ഈ സുരക്ഷിത കാലാവധി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നത്തെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഈ പറഞ്ഞ ഒരു ഉൽപ്പന്നത്തെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ കാൽഷ്യം ബോറോൺ വരുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന 2 ചെടിക്ക് വേണ്ടുന്ന സസ്യ ആഹാരങ്ങളിൽ പെട്ടതാണ് ഈ കാൽഷ്യം ബോറോണും. ഒരിക്കൽ നല്ല രീതിയിൽ മഴ പെയ്തു കഴിഞ്ഞാൽ മണ്ണിൽ ഏറ്റവും അധികമായിട്ട് മണ്ണിൽ കുറഞ്ഞു പോകുന്ന മൂലങ്ങളാണ് കാൽഷ്യം, മഗ്നീഷ്യം, സൾഫർ. ഏറ്റവും കൂടുതൽ മണ്ണിൽ കുറയും. അപ്പൊ ഈ കാൽഷ്യം കുറഞ്ഞു പോകുമ്പോൾ വരുന്ന പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തോടിന്റെ കട്ടി കുറയും. അതേപോലെ തണ്ടിന്റെ ആണെങ്കിലും തണ്ടിന് വരുന്ന ഭാഗത്തും ബലക്കുറവുണ്ടാകും. വേരിനാണെങ്കിലും കട്ടി കുറയുന്നു. അപ്പൊ ആ കട്ടി കുറയുന്നത് കൊണ്ട് കുമിൾ രോഗങ്ങളുടെ ആക്രമണം വളരെ എളുപ്പത്തിലാകും. ഇതിന് നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളുടെ ആക്രമണം വളരെ വേഗത്തിലാകും. നമുക്ക് കൃഷിയിൽ നഷ്ടങ്ങൾ ഉണ്ടാകുന്ന ഭാഗം വളരെ വേഗത്തിലായിരിക്കും സംഭവിക്കുക. അപ്പൊ 2 ഗ്രാം 1 ലിറ്റർ എന്നുള്ള അളവിൽ ചേർത്തിട്ട് പച്ചക്കറിക്കൊക്കെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഒരു 30 ദിവസത്തിൽ ഒരു സ്പ്രേ നമ്മൾ കാൽഷ്യം ബോറോൺ ചേർന്ന് ഒരു സ്പ്രേ കൊടുക്കണം. അപ്പൊ ആ കാൽഷ്യം ബോറോൺ കൊടുക്കുമ്പോൾ പച്ചക്കറികളിൽ കിട്ടുന്ന ഒരു പ്രത്യേക ഗുണം പലപ്പോഴും ഈ ഉണ്ടാകുന്ന ഫ്രൂട്ടിന്റെ വലിപ്പത്തിൽ അല്ലെങ്കിൽ രൂപത്തിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പൊ കാൽഷ്യം ബോറോൺ കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ വലിപ്പത്തിലും ഷേപ്പിലും വരുന്ന വ്യതിയാനങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ പെസ്റ്റിന്റെ പ്രശ്നങ്ങളെ നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റും. അതിന്റെ ആ ഫ്രൂട്ടിന്റെ കട്ടി കൂടുന്നതുകൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നല്ല രീതിയിലത്തെ ഒരു ഈൽഡ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കൃത്യമായ രീതിയിൽ നമ്മൾ ന്യൂട്രിയൻസ് കൊടുക്കുകയാണെങ്കിൽ ഈ നീരൂറ്റി കുടിക്കുന്ന കീടങ്ങൾക്കും പുഴുവിനും വേണ്ടി നമ്മൾ കൊടുക്കുന്ന മരുന്ന് വിഭാഗത്തിൽപ്പെട്ട കാര്യങ്ങളെ കുറയ്ക്കാൻ പറ്റും. എപ്പോഴും ചെടികൾക്കും മനുഷ്യർക്കും എല്ലാം അസുഖം വരുന്നത് ഫുഡിനകത്ത് വരുന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ് കൂടുതലായിട്ട് നമുക്ക് അസുഖത്തിന്റെ ഭാഗത്തേക്ക് നമ്മൾ എത്തുന്നത്. കാരണം ആരോഗ്യം കുറയുന്നു, അസുഖം ഭാഗമായിട്ട് വരുന്നു.